പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന പോളോ കാറിലെന്ന് വിവരം. കാർ സിനിമാ താരത്തിന്റേതാണ് എന്ന് സംശയം. കാർ സഞ്ചരിച്ച വഴികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. അതേസമയം രാഹുലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ. രാഹുൽ മുങ്ങിയ ദിവസത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു എന്ന വാർത്ത പോലീസ് തള്ളി. രാഹുൽ ഒളിവിലല്ലെന്ന് തോന്നിപ്പിക്കാൻ നടത്തിയ നീക്കം എന്നുള്ള വിലയിരുത്തലാണത്. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തും. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുണിലേക്ക് എത്താം. പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന പോളോ കാറിലെന്ന വിവരം. അരുണിലേക്ക്. അരുൺ, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത് ഒരു ചുവന്ന പോളോ കാറിൽ എന്നുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. ഈ പോളോ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണ് എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് രാഹുൽ തിരുവനന്തപുരത്ത് വന്നുപോയി എന്ന തരത്തിൽ. പക്ഷേ പോലീസ് ഇത് നിഷേധിക്കുകയാണ്. ഒളിവിലല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിലുള്ളൊരു നീക്കമായിരുന്നു അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കാനിടയാക്കിയത് എന്നും പോലീസ് പറയുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിലുള്ള CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ബോധപൂർവം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് രക്ഷപ്പെടാൻ വേണ്ടി തലേന്ന് തന്നെ, അതായത് കാറ് കൃത്യമായിട്ട് രാഹുലിന് ഇവിടെ നിന്നും പോകുന്നതിന് മുൻപ് തന്നെയായിട്ട് എത്തിച്ച് നൽകുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ചുവന്ന കളറിലുള്ള പോളോ കാറിലാണ് ഈ രാഹുൽ രക്ഷപ്പെട്ടത്. ഈ പോളോ കാറ് എന്നുള്ളത് അത് ഒരു സിനിമാ താരത്തിൻ്റെയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സിനിമാ താരത്തിൻ്റെ കാറ് ഇതിനു മുൻപും പാലക്കാട് എത്തിയിരുന്നു. ആ സമയത്ത് രാഹുൽ ഈ സിനിമാ താരത്തോടൊപ്പം ഒരു പരിപാടികൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാറ് എത്തിച്ച് നൽകി പിന്നീട് ആ കാറിൽ രാഹുൽ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഈ രാഹുലിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ്, SIT ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. കാർ സ്ഥിരമായി കൂടിയില്ലെന്നും ആരുടേതാണെന്ന് അറിയില്ലെന്നും സ്റ്റാഫ് അംഗങ്ങൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കാർ സഞ്ചരിച്ച വഴികൾ കേന്ദ്രീകരിച്ച് ഇന്ന് അന്വേഷണം നടത്തും SIT എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കേസിൽ നിർണായക സൂചനകളും വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് SIT പറയുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഫ്ളാറ്റിൽ SIT എത്തി പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ആ പരിശോധന നടത്തിയതിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണെന്നുള്ളതാണ്. DVR ഏതായാലും ഇപ്പോൾ SIT കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റ് കെയർ ടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തു എന്നുള്ള സംശയമാണ് ഈ SITക്ക് ഉള്ളത്. അതായത് കൃത്യമായിട്ട് രാഹുൽ മുങ്ങുന്ന സമയത്തുള്ള ആ ഭാഗങ്ങൾ നോക്കി ഈ CCTVയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ഈ കെയർ ടേക്കറെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ നിന്നും ഡിലീറ്റ് ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കെയർ ടേക്കറെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മറ്റൊരു പ്രധാന കാര്യം എന്നുള്ളത് നമ്മൾ ഈ രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും SIT സംഘം ഈ തിരുവനന്തപുരത്ത് എത്തി എന്നത് തള്ളുകയാണ്. രാഹുൽ ഒളിവിലില്ലെന്ന് തോന്നിക്കാൻ നടത്തിയ ഒരു നീക്കമാണത് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി നീക്കങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നതായും മുമ്പും നടന്നിട്ടുള്ളതായും SIT പറയുന്നുണ്ട്. ഏതായാലും തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് SITയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ബാംഗ്ലൂരിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സുഹൃത്തുക്കളും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലേക്ക് മറ്റും കടന്നു കളഞ്ഞിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള സംശയമുണ്ട്. അത് മാത്രമല്ല പാലക്കാട് ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത് എന്നുള്ളൊരു സംശയവും SITയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ SITയെ സംഘം സംബന്ധിച്ചിടത്തോളം ഈ ബാംഗ്ലൂർ, തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട് ഇവിടം കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം നടത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ചുവന്ന കളർ പോളോ കാറിലാണ് രാഹുൽ കടന്നു കളഞ്ഞിട്ടുള്ളത് എന്നുള്ളത് SIT ഉറപ്പിക്കുന്നുണ്ട്. ആ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാഹുലിനായുള്ള തിരച്ചിൽ ഇങ്ങനെ
ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. എന്തായാലും രാഹുൽ മുങ്ങിയ ദിവസത്തെ CCTV ദൃശ്യങ്ങളൊക്കെ രാഹുലിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് വളരെ വിദഗ്ധമായി തന്നെ ഡിലീറ്റ് ചെയ്തു. ആ ഫ്ളാറ്റിൻ്റെ കെയർടേക്കറെ സ്വാധീനിച്ചാണ് ഇത്തരത്തിലുള്ള നടപടികൾ നടത്തിയത് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എപ്പോഴും പോലീസിൻ്റെ നീക്കത്തിന് ഒരു പടി മുന്നേ നീങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നത്.